അതുപോലെ പ്രിയ ജോയി പാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ ഇടയായിത്തീർന്നു. എനിക്ക് ഈ ദേശത്തേക്ക് കടന്നു വരുവാനും ചില മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ കർത്താവ് അവിടെ നിന്ന് സഹായിച്ചു. വിശേഷിച്ച് ഞാനിവിടെ കടന്നു വരാൻ കാരണമായത് നമ്മുടെ സാം ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ അളിയൻ ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹം കാനഡയിലാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ബൈബിൾ സെമിനാരിയിൽ പഠിച്ചത്. അന്ന് മുതലൊരു ബന്ധമൊക്കെ ഉണ്ട്. വിശേഷാൽ ആ നല്ല സ്നേഹബന്ധത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സന്തോഷത്തോടെയാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആരാധന കൊടുക്കുന്ന സമയമാണ്. നിശ്ചയമായിട്ടും ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ഏറ്റവും ശ്രേഷ്ഠമാകണം, അനുഗ്രഹമാകണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ കൃത്യമായിട്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പഴയ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ദൈവദാസൻ്റെ മകനാണ്. എൻ്റെ പിതാവ് 45 വർഷമായി ശുശ്രൂഷയിലായിരിക്കുന്നു, ഇപ്പോഴും ശുശ്രൂഷയിലാണ്. ഞാൻ ഒത്തിരി ആരാധന ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. പാസനേജിലാണ് ജനിച്ച് വളർന്നത്. എൻ്റെ പിതാവ് ഇരുന്ന സഭയും ഞാനിപ്പോൾ ഇരിക്കുന്ന സഭയും എല്ലാം കൂടെ കൂട്ടി 16 സഭയിലിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് സഭ എന്താണെന്നറിയാം. വിവിധ ദേശങ്ങളിൽ ഇരുന്നത് കൊണ്ട് അനേക സംസ്കാരങ്ങളറിയാം, ഒത്തിരി കാര്യങ്ങളറിയാം. പക്ഷേ ചില നാളുകൾ എനിക്ക് ആരാധന ഇഷ്ടമില്ലാതിരുന്ന ഒരു ചെറുപ്പ സമയമുണ്ടായിരുന്നു. ഈ പണ്ട് കാലത്തൊരു പരസ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമായിരിക്കും, ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. ഈ ബജാജിൻ്റെ ഒരു വണ്ടിയുണ്ട്, ഈ കാലിബർ എന്ന് പറയും. ആ പരസ്യത്തിനകത്ത് ഒരു വാക്കിങ്ങനെയുണ്ട്, ഹൊഡിബ ബാബ. നിങ്ങൾക്കെല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും ഹൊഡിബ ബാബ. ഈ ഹൊഡിബ ബാബ എന്ന് പറയുന്ന വേർഡും നമ്മുടെ ഈ അന്യഭാഷയുമായിട്ട് എവിടെയൊക്കെ ഒരു സിമിലാരിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ അത് അന്യഭാഷയല്ല. എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഏതോ പെന്തിക്കോസുകാരൻ എഴുതിയതാണോ എന്നൊരു സംശയം തോന്നാറുണ്ട്. അപ്പോൾ ഈ പാട്ട്, ഈ ഹൊഡിബാബ എന്ന് പറയുന്ന വാക്ക്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, സ്കൂളിനകത്തോട്ട് കയറുമ്പോൾ പിള്ളേർ കൈയടിച്ച്, അവർക്ക് അന്യഭാഷ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഈ ഭാഷ പറഞ്ഞാണ് എന്നെ സ്വീകരിക്കുന്നത്. പിന്നെ ടീച്ചറൊക്കെ ഇച്ചിരി പഠിപ്പിച്ച് നല്ല ലെവലിലോട്ടാകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ, നമ്മൾ കൈയടിച്ച് ആത്മാവിലാകുന്നത് പോലെ ഇവർ കൈയടിച്ച് ഹൊഡിബാബ എന്ന് പറഞ്ഞ് എന്നെ നോക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. അന്ന് കുഞ്ഞു മനസ്സല്ലേ. അപ്പോൾ ഞാൻ പപ്പാട് പറഞ്ഞു, ഈ അധികം ബഹളം വയ്ക്കാതെ ആരാധിക്കാനുള്ള ഒരു സംവിധാനം പെന്തിക്കോസിനകത്ത് കൊണ്ടുവരണം. വായും തുറക്കരുത്, കയ്യും അടിക്കരുത്, മൗനമായിട്ട് നിന്ന് ആരാധിച്ചിട്ട് വീട്ടിൽ പൊക്കോളണം. അതാണ് അതിൻ്റെ ശരിയായ നടപടി. നമ്മൾ ഈ ലോകജാതിക്കാരുടെ ഇടയിൽ ലജ്ജിതരാകരുത്. അങ്ങനെ എൻ്റെ പിതാവിനെ ഞാൻ ഇച്ചിരി കുടുക്ക് ചോദ്യമൊക്കെ ചോദിക്കുന്ന ആളാണ്. പാസനേജിൽ ജനിച്ച് വളർന്ന ആയതുകൊണ്ട് നന്നായിട്ട് കുടുക്കി ചോദിക്കാനൊക്കെ അറിയാം. അങ്ങനെ പിതാവിനെ ഞാൻ ചോദിച്ചൊക്കെ കുടുക്കി വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഈ അനുഭവത്തിൽ വരുമ്പോൾ നീ പഠിക്കും, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നും രാത്രി എൻ്റെ പിതാവ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയതിന് ശേഷം. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പിതാവ് ഒരു പഴയ പാസ്റ്റർ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച സെൻറ്റൻസ് ഇങ്ങനെയാണ്, കർത്താവേ ഇവന് സുബോധം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. സുബോധം ഉണ്ടായി, ആ പ്രാർത്ഥന ഫലിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു ഓർഫണേജിൽ പാടാൻ പോയി, ഒരു അനാഥ മന്ദിരത്തിൽ. ശ്രദ്ധയോടെ കേൾക്കണേ, നിങ്ങൾ എന്നെ കുറച്ച് മിനിറ്റേ ഞാൻ എടുക്കുകയുള്ളൂ. ഒരു ഓർഫണേജിൽ പാടാൻ പോയി. ഈ പാടുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആരോ വന്ന് പറഞ്ഞു, നീ ഓഡിയൻസിൻ്റെ ഇടയിലോട്ടൊന്ന് ഇറങ്ങാൻ പറഞ്ഞു. ശബ്ദമൊന്നും കൂട്ടണ്ട കേട്ടോ, അങ്ങനെ വെച്ചിരുന്നാൽ മതി. ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ മറ്റാരോ പറയുന്നെന്ന് പറഞ്ഞ് തിരിഞ്ഞൊക്കെ നോക്കി, ആരെയും കണ്ടില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് ഈ വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്നു. എന്നെ വളരെ പെട്ടെന്ന് ആരോ എന്നെ പുറകിൽ നിന്ന് പുഷ് ചെയ്ത് ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ അറിയാതെ ഇറങ്ങിപ്പോയി. ഇറങ്ങിയതിന് ശേഷം എന്നോട് വീണ്ടും ഒരു വാക്ക്, നീ ഓഡിയൻസിൻ്റെ ഇടയിൽ 2ാമത്തെ റോയിലോട്ട് നോക്കാൻ പറഞ്ഞു. ഇതെന്നോട് ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുകയാണ്. അന്ന് എനിക്ക് അറിയത്തില്ല ഇത് പരിശുദ്ധാത്മാവാണ് എന്നോട് സംസാരിക്കുന്നത്.
ഞാൻ രണ്ടാമത്തെ റോയിലോട്ടൊന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഒരു കുഞ്ഞുകുട്ടി, ഒരു 5 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞുകുട്ടി. ഞാനിവിടെ നിന്ന് വലിയ ബഹളം ഉണ്ടാക്കാതെ ഡിസിപ്ലിനായിട്ട് പാട്ടുകളൊക്കെ പാടുമ്പോൾ ഈ കുഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയെന്നറിയാവോ? അദ്ദേഹത്തിന് ഈ ഒരു കൈയില്ല, ഇടതുവശമുള്ള ഒരു കൈയില്ല, 2 കണ്ണുകളും ഈ കുഞ്ഞിന് കാണാൻ കഴിയത്തില്ല. ഒരു കീറിയ ഷർട്ടും ഒരു കീറിയ ഒരു കുഞ്ഞ് നിക്കറും ഇട്ട് ആ കുഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നത് ഈ ഒറ്റ കൈ മാത്രം ഇങ്ങനെ വീശുകയാണ്. ഒറ്റ കൈ മാത്രം ഇങ്ങനെ വീശുകയാണ്. 2 കൈ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒറ്റ കൈ മാത്രം ഇങ്ങനെ വീശുന്നു. അതിനേക്കാളും എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, ഈ കാണാൻ കഴിയാത്ത കണ്ണുകളിൽ നിന്ന്, പൊട്ടക്കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുന്നു. അവിടെ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പാന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ ഒരാളില്ലാത്ത കുഞ്ഞിന്, അമ്മാന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ ഒരാളില്ലാത്ത കുഞ്ഞിന് ഇത്രയധികം ആരാധിക്കാനുണ്ടെങ്കിൽ നമുക്കധികം ആരാധിക്കാനുണ്ട്. അധികം കരയാത്ത ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. കർത്താവിന് അന്ന് മഹത്വം കൊടുത്തതാണ്. അന്നിന് ശേഷം ഞാൻ ഒരു ഉഴപ്പൻ ആരാധന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ പകൽക്കാലം ഞാൻ പറയുന്നു, ഇതിനകത്തിരിക്കുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും സഭായോഗം കൂടുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ കൊടുക്കുന്നതൊന്നും മുഴുവനായിട്ട് കൊടുക്കാൻ, കർത്താവിന് മാത്രം ഒന്ന് മഹത്വം കൊടുക്കാൻ, ഒന്ന് കരമൊക്കെ ഉയർത്തിപ്പിടിച്ചൊന്ന് കണ്ണുകളൊക്കെ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഒന്ന് കരമൊക്കെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ആരോഗ്യമൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച്. ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്തുതിച്ചാൽ മതി. അടുത്തിരിക്കുന്നവരെങ്കിലും നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കത്തക്കവണ്ണം ഒന്ന് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. അല്പസമയങ്ങളൊന്ന് ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ഈ ഹാളിനകത്ത് ആകാശം കീറി സ്വർഗ സാന്നിധ്യം അവിടെ നിറങ്ങി വരട്ടെ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, സ്വർഗീയ ദൂതന്മാർ നമ്മളിവിടെ ആരാധിക്കുമ്പോൾ തന്നെ ഈ വിദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊന്ന് ഇറങ്ങി നിൽക്കട്ടെ. സൈന്യത്താൽ കഴിയാത്തത്, ശക്തിയാൽ കഴിയാത്തത് കർത്താവിൻ്റെ സാന്നിധ്യത്താൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അല്പസമയങ്ങൾ ദൈവത്തിനൊന്ന് ആരാധന കൊടുക്കട്ടെ. ഷമന രഥുരമന രിഖമന വൈഡവരതരകമന. സ്തുതിക്കാൻ കഴിയുന്നവർ, അധരത്തിൽ ഒരു ശബ്ദമുള്ളവർ, ആരോഗ്യം ശരീരത്തിലുള്ളവർ, ഹൃദയം നിറഞ്ഞൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അധരം തുറന്ന് സ്തോത്രം ചെയ്യട്ടെ. അന്യഭാഷകളിൽ പോരാടാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ പോരാടട്ടെ. ഈ പകൽക്കാലം ഒരു സ്വർഗീയമായ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചിലരുടെ മേൽ ഇറങ്ങി വരുവാൻ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. അർത്ഥം മനസ്സിലാക്കി പാടിയേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ല പാടിയേ. ഇന്നാലെയും ഇന്നും അർത്ഥം മനസ്സിലാക്കി. ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ല. ആ വാക്കുകൾ ചേർന്ന് പറഞ്ഞേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഓ ഇന്നാലെയും എന്നും അന്യൻ. ഓ യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഓ ഭാരമുള്ളിൽ നേരി കമാൺ നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ
നേരമെല്ലാം. അനുഭവിച്ചവർ ഉണ്ടെങ്കിൽ പാടിയേ. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഓ ഇന്നാലെയും. അനുഭവിച്ചവർ പാടിയേ. നല്ലവൻ യേശു, ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഓ ഭാരമുള്ളിൽ നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ ശമന രഥരമനമന അധരമന ഋഖമനദരഗമന. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ. ഓ സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഓ ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യ. അക്കരങ്ങളൊക്കെ തട്ടിയൊന്ന് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിനൊന്ന് ആരാധന കൊടുത്താട്ടെ. ഹൃദയം നിറഞ്ഞൊന്ന് കർത്താവിന് ആരാധന കൊടുക്കട്ടെ. ഭാരമുള്ളിൽ നേരിടുമ്പോൾ എന്നെ താങ്ങുന്ന, എന്നെ കരുതുന്ന, എന്നെ നടത്തുന്ന നല്ല കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ ശബ്ദമുയർത്തി അന്യഭാഷകളിൽ അല്പസമയങ്ങളൊന്ന് ദൈവത്തിന് മഹത്വവും ആരാധനയും കൊടുക്കട്ടെ. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ രാവിലെ ചില നിമിഷങ്ങൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വേഗം വായിക്കാവോ? ഒത്തിരി സഭകൾ നമ്മുടെ മുൻപിലില്ല. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് ഒരുമിച്ച് വായിക്കാം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒത്തിരി സമയം എൻ്റെ മുൻപിലില്ല. അതുകൊണ്ട് അതിനകത്തുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൈമാറാൻ പറഞ്ഞ ചില ദൂതുകൾ മാത്രം ഞാൻ പറഞ്ഞിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളാരും ഉറങ്ങരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. പ്രാർത്ഥന കൂടാതെ ഒരു ദൈവമക്കൾക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിൻ്റെ പ്ലാനുകളെപ്പോലും മാറ്റുന്നതാണ് പ്രാർത്ഥന. ഹിസ്കിയാവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മരണത്തെപ്പോലും മാറ്റാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള മറ്റൊന്നിനും സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥന കൊണ്ട് സകലത്തെയും മാറ്റിമറിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കൂടാതെ ദൈവമക്കൾക്ക് ഒരിക്കലും മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ഈ യാക്കോബിൻ്റെ ലേഖനത്തിനകത്ത് പല കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നീതിമാൻ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ ഒത്തിരി നീതിമാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ യാക്കോബ് ഉദ്ദേശിക്കുന്ന നീതിമാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ നീതിമാനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ഒരു മനുഷ്യൻ കയറുമ്പോഴാണ് അവൻ നീതിമാനായി വരുന്നത്. ഒരുപക്ഷെ നമ്മളെല്ലാം ശബ്ദം താഴ്ത്തി സംസാരിച്ചാലും എളിമയോടെ സംസാരിച്ചാലും കൈകൊടുത്താലും നല്ല വെൽ ഡ്രസ്ഡ് ഇട്ടിരുന്നാലും ഒരുപാട് താഴ്മയുള്ള പോലെ അഭിനയിച്ചാലും സന്തോഷമുള്ള പോലെ അഭിനയിച്ചാലും അവൻ നീതിമാനാകുന്നില്ല. തൊട്ടടുത്തിരിക്കുന്ന വിശ്വാസിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് നീതിമാനാകത്തില്ല. നീതിമാനാക്കണമെങ്കിൽ അവൻ
ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ നീതിമാനായി മാറണം, അവൻ വിശുദ്ധിയുള്ളവനായി മാറണം. അങ്ങനെയുള്ളവ ഒരു വ്യക്തിയെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യാക്കോബ് പറയുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ഏറ്റവും ഫലിക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ നീതിമാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം ഒരു ചിന്ത തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവ് ഞങ്ങളാരും നീതിമാൻ അല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞുകുട്ടി എന്നോട് പറയുക, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്കും ഇങ്ങനെ ഈ ചെകിട്ടത്തടിക്കുന്നത് പോലത്തെ ഒരു മറുപടി ആയിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ നീതിമാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാകും, നമ്മളാരും നീതിമാന്മാരല്ലല്ലോ, നമ്മുടെ പ്രാർത്ഥന എത്ര ഫലിക്കുമോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ നമുക്ക് തോന്നാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ യാക്കോബ് ഇവിടെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്താ അത് പറയാനുള്ള കാരണമെന്നറിയാമോ? നമ്മൾ മുകളിലത്തെ ഭാഗം വായിക്കാതെ താഴത്തെ ഭാഗം വായിച്ചിട്ട് ഏലിയാവ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് പറഞ്ഞ് മഴയെയും അതുപോലെ മഞ്ഞിനെയൊക്കെ നമ്മൾ ശാസിച്ച് നിർത്താൻ നോക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പലപ്പോഴും വിടുതൽ സംഭവിക്കാറില്ല. കാരണം എന്താണെന്നറിയാമോ? യാക്കോബ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നീതിമാന്റെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലർ ചിന്തിക്കുന്നത് നമുക്ക് നീതിമാനാകാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് യാക്കോബ് മറുപടി പറയുകയാണ്, ഏലിയാവെന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് സമസ്വഭാവമുള്ള വ്യക്തിയാണ്. ഏലിയാവിന് നീതിമാനാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്കും ഏലിയാവിനെ പോലെ നീതിമാനായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുമെന്ന് പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കും പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ദൈവത്തോട് സംസാരിക്കാനും പ്രാർത്ഥനയിൽ പ്രകൃതികളെ ചലിപ്പിക്കാനും രോഗശാന്തി വരുത്തുവാനും അനേക പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന പ്രാർത്ഥനാ വീരന്മാരായി ഉണർന്നെഴുന്നേൽക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അവന് വളരെ ഫലിക്കുന്നു എന്ന് വചനത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് തന്നു. അത് മാത്രം ഞാൻ പറഞ്ഞ് ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒത്തിരി സമയങ്ങൾ എൻ്റെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് വേഗം ഞാൻ ഇരിക്കും. നീതിമാന്റെ രണ്ട് പ്രത്യേകതകൾ 16-ാമത്തെ വാക്യത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയണം. പാപങ്ങൾ ഏറ്റുപറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു നീതിമാന്റെ ഒരു ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ആദ്യത്തെ സെന്റൻസിനകത്ത് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുക. പ്രൈസ് ദി ലോർഡ്. ഈ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ മുൻപാകെ പറയാതെ ഏറ്റുപറയാതെ നമ്മുടെ പാപം ഞങ്ങളിൽ നിന്ന് മാറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പാപം ചെയ്തിട്ട് 20 വർഷം നേരെ നടന്നാൽ ആ പാപത്തിൻ്റെ സ്വഭാവം നിങ്ങളിൽ നിന്ന് പോയെന്നോ അല്ലെങ്കിൽ ആ പാപം നിങ്ങളിൽ നിന്ന് പോയെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഹല്ലേലൂയ, എത്ര വർഷം കഴിഞ്ഞാലും പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ അത് നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇന്ത്യയിലെ ഒരു രാജ്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് UK വന്ന് 25 വർഷം താമസിച്ചിട്ട് തിരിച്ചു പോയാലും അറസ്റ്റ് ചെയ്യും. എന്താ കാരണമെന്നറിയാമോ? അവൻ ചെയ്ത തെറ്റ് അവനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ഇങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ ചെയ്യുന്ന പാപം മാറണമെങ്കിൽ കർത്താവിൻ്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് ക്ഷമാപണത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുമ്പോഴാണ് നമ്മുടെ പാപത്തെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നത്. എനിക്ക് വേദപുസ്തകത്തിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ദാവീദ്. ചിലപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്, ഇത്രയും ദുഷ്ടനായ മ്ലേച്ഛമായി ജീവിച്ച ഈ ദാവീദിനെ കർത്താവ് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഈ കാലത്ത് വല്ലതും ദാവീദ് താമസിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ നാട് കടത്തിയാണ്. ഒരു കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത അത്രയ്ക്ക് പാപിയാണ് ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രയും പാപിയായ ഒരു വ്യക്തിയെ ദൈവം എന്തിനാ ചേർത്ത് പിടിക്കുന്നത്? അവനെ അങ്ങ് തള്ളിക്കളഞ്ഞൂടെ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണല്ലോ. ഞാൻ ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ഒരാൾ വീണ് പോയാൽ ഞാൻ പറയും, കർത്താവ് മാറ്റി നിർത്താം, വേണ്ട നമുക്ക്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് പറയുന്നത്,
ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവ് എന്നോട് പറഞ്ഞു, നീ 51 സങ്കീർത്തനം എടുത്ത് വെച്ച് വായിക്കാൻ പറഞ്ഞു. എന്താ 51 സങ്കീർത്തനം പറയുന്നതെന്ന് അറിയാമോ? 51 സങ്കീർത്തനം ഒരു വലിയ പാപം ചെയ്തിട്ട് ദാവീദ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഒന്ന് വായിച്ചോ, 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും. നിർത്തി വായിച്ചോ. ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അടുത്ത വാക്യം. ശ്രദ്ധിച്ചോ, എൻ്റെ ലംഘനങ്ങളെ എന്ത് ചെയ്യണം? മായ്ക്കണം. ഈ പഴയ സ്കൂളുകളിൽ ഈ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ഈ ചോക്ക് വെച്ച് എഴുതുന്ന ഒരു സംവിധാനമുണ്ട്. ഈ എഴുതിയിട്ട് ഡസ്റ്റർ വെച്ചിങ്ങനെ മായ്ക്കും. ഈ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോക്ക് വെച്ച് എഴുതിയിട്ട് ഈ ഡസ്റ്റർ വെച്ച് മായ്ച്ചാൽ പോകുമോ? സ്കൂളിൽ പോയവർക്കറിയാം. പോവോ? എത്ര മായ്ച്ചാലും ഇതെന്ത് ചെയ്യില്ല, പോകില്ല. അതിൻ്റെ പാടുകൾ അവിടെ ഇങ്ങനെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇവിടെ പറയുന്നത് കണ്ടോ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദാവീദ് അവിടം കൊണ്ട് തീരാതെ അടുത്ത വാക്യത്തിൽ ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട്. വായിച്ചോ. എന്നെ നന്നായി കഴുകണം. പ്രൈസ് ദി ലോർഡ്. മതി. എന്നെ എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് കഴുകണം. പ്രൈസ് ദി ലോർഡ്. ഈ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ഈ പാടുകൾ മാറണമെങ്കിൽ ഒരു കാര്യമുണ്ട്, നന്നായിട്ടൊന്ന് കഴുകിയാൽ ഈ പാടുകളെല്ലാം പോകും. ദാവീദ് ഇതുപോലെയാണ് പറയുന്നത്, എൻ്റെ പാപം എത്ര മായ്ച്ചു കളഞ്ഞാലും പോകത്തില്ല, അതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ കഴുകി ഒന്ന് ശുദ്ധീകരിക്കണം. പഴയ നിയമത്തിൽ യാഗങ്ങൾ കഴിച്ച് പാപത്തിൻ്റെ കറകളെ ഒന്ന് മായ്ച്ചു കളയാൻ നോക്കിയിട്ടും നടക്കാത്തത് കൊണ്ട് കാൽവറിയുടെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരണം പ്രാപിക്കുന്നവൻ അവൻ നീതിമാനായി മാറും. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് വിടുതൽ സംഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പാപമേറ്റു പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു 18 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാസ്റ്റർ മകനാണ് ഞാൻ. എനിക്ക് ഒരു വ്യക്തിയോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു, ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യമെന്ന് പറഞ്ഞാൽ ഈ കാണുമ്പോഴൊക്കെ കൈ കൊടുത്ത് ചിരിക്കും, നന്നായിട്ട് ചിരിക്കും. സുഖമാണോ സന്തോഷമാണോ, നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വേറെ അർത്ഥത്തിലാണ് പറയുന്നത്, നിന്നെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സന്ദർശിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ചില സമയത്ത് ഈ പുള്ളീനെ ഞാൻ സ്വപ്നം കാണും ഇവനെ കൊല്ലുന്നതായിട്ട്. നിങ്ങൾ കാണാറുണ്ടോയെന്ന് അറിയത്തില്ല, ഞാനിതൊക്കെ കണ്ടിട്ടാണ് വന്നത്. കാരണം ഡയറക്റ്റ് അടിക്കാൻ പറ്റില്ലല്ലോ, പാസ്റ്റർ മോനല്ലേ, അടിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് സ്വപ്നത്തിൽ കാണും ഇവനെ അങ്ങ് കൊല്ലുന്നതും കല്ല് പറക്കി എറിയുന്നതും ഇതൊക്കെ കാണാറുണ്ട്. പ്രൈസല്ലോ. അപ്പം ഈ പഴുപ്പും ഈ പാപവും എല്ലാം കൂടെ വച്ചിട്ട് അന്നും കൺവെൻഷൻ വേദികളിൽ പാടി തീ ഇറക്കാൻ പോകുമായിരുന്നു. എനിക്ക് തീ കൂടുന്നതല്ലാതെ ഒരു തീയും ആ വേദികളിൽ ഇറങ്ങാറില്ല. പ്രൈസല്ലോ. അങ്ങനെ ഒരു കൺവെൻഷൻ വേദിയിൽ ഇങ്ങനെ ഈ അഭിനയത്തിൽ തീയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ EM ജോർജ്, ഒരു പഴയ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ദൈവദാസനാണ്, അദ്ദേഹം പഴയ ദൈവദാസന്മാർക്കൊക്കെ അറിയാം. ആ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് ഇവനെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു, ഈ വാക്ക് എന്നെ കയറി ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അവിടെ നിന്നങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങി. ആദ്യത്തെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഇവനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സെനിക്ക് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്തോന്നറിയത്തില്ല, പ്രത്യേകമായ അന്തരീക്ഷത്തിൽ ഒരു ആത്മാവിലുള്ളൊരു പ്രാർത്ഥനയായി മാറി. എൻ്റെ വായിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അവനെ അംഗീകരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഞാൻ അവനോട് തെറ്റ് ചെയ്തിട്ടില്ല. എനിക്കിട്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ എന്നോട് തെറ്റ് ചെയ്തിട്ടും ഞാൻ അവനോട് ക്ഷമിക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനോട് ക്ഷമിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ പറയാം, അന്ന് ആ കൺവെൻഷൻ വേദിയിൽ ഞാൻ അനുഭവിച്ചൊരു വലിയ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അനേക വർഷങ്ങൾ, ഞാൻ പറയുന്നത് 1-2 ദിവസങ്ങളല്ല ഈ മനുഷ്യനോട് എനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നത്. ഏകദേശം 2 വർഷത്തോളം ഈ സഹോദരനെതിരായിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് വൈരാഗ്യവും പകയുമൊക്കെ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് അവനെ സ്നേഹിപ്പാനുള്ളൊരു മനസ്സ് തന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി ഞാൻ കൺവെൻഷൻ വേദിയിൽ നിന്ന് മടങ്ങി എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അവനോട് ഞാൻ വിളിച്ച് അവനെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അവനെ കെട്ടിപ്പിടിച്ച് ഞാൻ അവനോട് മാപ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമോ, ഇതേപോലെ 2 വർഷം കൊണ്ട് ഞാൻ എൻ്റെ കാലിൽ ഒരു സ്കിന്നിൻ്റെ പ്രശ്നം അനുഭവിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കർത്താവ് അത് 2 ദിവസങ്ങൾക്കുള്ളിൽ അതിനെ മാറ്റിത്തന്നു. ഞാൻ ഒരു കാര്യം പറയാം, പാപത്തെ ചുമക്കരുത്, പാപത്തെ ഹൃദയത്തിൽ വെച്ച് നടക്കരുത്, പാപത്തെ പിറകെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. പാപം നമ്മളെ അബദ്ധത്തിൽ കൊണ്ടുവിടും, പാപം നമ്മെ ഹല്ലേലൂയ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ
പാപത്തെ ഏറ്റുപറഞ്ഞാൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. നിങ്ങൾ അത്ഭുതങ്ങൾ കാണുന്നവരായി മാറും. Praise the Lord. ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഞരക്കങ്ങളും എൻ്റെ പാപങ്ങളും ഞാൻ നിന്നോട് അറിയിച്ചു. ആ ഭാഗങ്ങളൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ പറയുക, ന്യായീകരണങ്ങൾ വിടുക. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ന്യായീകരണങ്ങളൊക്കെ വിട്ടിട്ട് ഒരുപക്ഷെ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി ഈ പകൽക്കാലം നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. രണ്ടാമത്തെ കാര്യം, ഒരുവന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ അവരവരുടെ വിഷയം മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ, മറ്റുള്ളൊരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, നമ്മളെല്ലാം സഭയ്ക്കകത്ത് വരുമ്പോൾ ഇതൊരു അവയവമാണ്. ഞാൻ എൻ്റെ സഭയിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കാറുണ്ട്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും നഖം ഉണ്ടല്ലോ, നഖം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഈ നഖം എന്തിനാണ് ഉപയോഗിക്കുന്നത്? പലപ്പോഴും ഒരു ചൊറിച്ചിൽ മാറാനും, പിന്നെ നമ്മുടെ ഈ പാത്രങ്ങളുടെ അടപ്പൊക്കെ ഒന്ന് തുറക്കാം. നഖം ഇല്ലെങ്കിൽ ഇച്ചിരി പാടാം, പിന്നെ ചുറ്റിയിലൊക്കെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ നഖം വച്ചാൽ തുറക്കുന്നത്. ഈ രണ്ട് കാര്യത്തിനാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ അധികം ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് അധികം വളർന്നാൽ നമ്മൾ വെട്ടിക്കളയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആരും പിഴുത് കളയാറും ഇല്ല. എന്നാൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു രസകരമായൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ നഖം ഉണ്ടെങ്കിൽ ചില സമയത്ത് ചൊറിച്ചിലൊക്കെ നിനക്ക് മാറത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സത്യമാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് എത്ര ബലഹീനതകളുണ്ടെങ്കിലും അവനെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിക്കാൻ നീ എപ്പോൾ തയ്യാറാകുന്നോ അപ്പോഴാ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ മേലൊന്ന് ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാന്റെ ഒരു ക്വാളിറ്റി, രണ്ട് ക്വാളിറ്റി. ഇനി പ്രാർത്ഥനയെക്കുറിച്ച് ഒരു 2 വാക്കുകൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. 13-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയുന്ന ഒരു സെന്റൻസ് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ലോകത്തിൽ നിങ്ങൾ കഷ്ടം എന്ത് ചെയ്യുന്നു? പെരുകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസ് പറയുന്നത് ഭയങ്കര രസകരമായ ഒരു വാക്യമാണ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു വാക്യമാണ് പറയുന്നത്, കഷ്ടത നിങ്ങളുടെ ഒരു ആയുധമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഏതെങ്കിലും പ്രവാചകന്മാർ തലേ കൈവച്ച് ഇന്ന മാസം കഷ്ടത തീരാൻ പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, പെട്ടിക്കകത്ത് കയറാൻ സമയമായെന്ന. ഒരു ഡൗട്ടും ഇല്ല. കാരണം കഷ്ടത മാറും എന്നുള്ളതല്ല വേദപുസ്തകത്തിൻ്റെ തിയറി. വേദപുസ്തകം പറയുന്നു കഷ്ടതയെ തരണം ചെയ്യാൻ ദൈവം നമുക്ക് കൃപ തരും. പ്രൈസ് ദി ലോർഡ്. കഷ്ടത തീരുന്ന ഒറ്റ ദിവസമേ ഉള്ളൂ, അത് മധ്യാകാശത്തിങ്കൽ കർത്താവ് നമ്മെ വിളിക്കുമ്പോഴാണ് നമ്മുടെ കഷ്ടതകൾ മാറിപ്പോകുന്നത്. പക്ഷെ കഷ്ടതകളെ തരണം ചെയ്യാൻ, അത് ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരു പക്ഷേ വെന്റിലേറ്ററിനകത്ത് കയറി അവസാന നിമിഷങ്ങളായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ കഷ്ടതയും തരണം ചെയ്ത് തിരിച്ചു വരാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വിശേഷമായ കരം നമ്മുടെ മേലുണ്ട്. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അടുത്ത സെൻറ്റൻസ് വളരെ ക്രുക്കഡായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. എൻ്റെ ചർച്ചിൽ ഒരു രസകരമായ ഒരു പയ്യനുണ്ട്. അവൻ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറയുക, പാസ്റ്റർ എനിക്ക് ഒരു സൂക്കേടുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പാട്ട് പാടിക്കോളാം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോളാം. എനിക്ക് ആദ്യം സത്യത്തിൽ മറുപടി പറയാൻ പറ്റിയില്ല. സത്യമാണ് ഞാൻ പറഞ്ഞു. പാസ്റ്ററായ ഞാൻ കുടുങ്ങിപ്പോയി. ഞാൻ ഒരുപാട് കുടുക്ക് ചോദ്യം ചോദിച്ചതുകൊണ്ട് ദൈവം ഇടയ്ക്കിടയ്ക്കായിട്ട് എന്നെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഇവന് മറുപടി കൊടുക്കാൻ വയ്യ. ഇവൻ്റെ മമ്മി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, പാസ്റ്റർ ഇവൻ നമ്മുടെ ഫാമിലി പ്രാർത്ഥനയ്ക്ക് ഇരിക്കാറില്ല, ഇവൻ പറയുന്നത് ഇവന് ഒരു അസുഖവും ഇല്ല, പിന്നെ സൂക്കേടുമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് അവൻ അവിടെ റൂമിൽ ഇരുന്ന് പാടിക്കൊള്ളാം എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? ഞാൻ ആകപ്പാട് അങ്ങ് പെട്ടിലായിപ്പോയി. എനിക്ക് ഇവനൊരു മറുപടി കൊടുക്കാനില്ല. ഞാൻ കാരണം ഇനി ഇവനെ പിടിച്ചില്ലെങ്കിൽ ഇവൻ ചാടിപ്പോവും. അങ്ങനെയാണ്. ഇവനെ ഒന്നും അധികം പറയാനും പറ്റത്തില്ല. ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് ബുക്കൊക്കെ ഞാൻ വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ബുക്കിനകത്ത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇൻ്റർപ്രട്ടേഷനകത്ത് ഞാൻ കണ്ടു. എന്താണെന്നറിയാമോ? സുഖം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന് സുഖം കിട്ടുന്നത് എപ്പോഴെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിലുള്ള രക്ഷ ലഭിക്കുമ്പോഴാണ്. ആണോ അല്ലേ? നമുക്കെല്ലാവർക്കും രോഗം മാറുമ്പോഴാണ് സുഖം കിട്ടുന്നതെന്ന് പറയുന്നത്. പക്ഷെ രോഗം മാറുമ്പോഴല്ല നമുക്ക് സുഖം കിട്ടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള രക്ഷ നമ്മുടെ ആത്മാവിന് എപ്പോൾ ലഭിക്കുന്നോ അപ്പോഴാണ് നിങ്ങൾക്ക് സുഖം ലഭിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സുഖം, അങ്ങനെ ഒരു രക്ഷ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പാടി ദൈവത്തിന് ആരാധന കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ രാവിലെ വന്നപ്പോഴും നിങ്ങൾ കൈയടിച്ച് ആത്മാവിൽ പാടാനുള്ള കാരണം എന്തെന്നറിയാമോ? കർത്താവ് 2025 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി മരിച്ച് യാഗമായി തീർന്ന് മാനവരാശിയെ രക്ഷിച്ച ഒരു കർത്താവുണ്ട്. എൻ്റെ ആത്മാവിന് സുഖം ലഭിച്ചത് എന്താണെന്നറിയാമോ? അവൻ തന്ന രക്ഷയാണ്, അവൻ എന്നെ നടത്തിയതാണ്. അതുകൊണ്ട് ഞാൻ പാട്ടുപാടും, അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും, അതുകൊണ്ട് ഞാൻ കർത്താവിനെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഭ ഇവിടെ തീർന്നു. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് നിർത്താം. അടുത്ത ഭാഗം പറയുന്നത്, നിങ്ങൾ ധീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര അർത്ഥമുള്ള ഒരു വാക്യമാണ്, മൂപ്പന്മാരെ വരുത്തട്ടെ. എന്താണ് മൂപ്പന്മാരെ വരുത്തുക എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ വിളിക്കുക എന്നുള്ളതല്ല. ചിലൊക്കെ ചിന്തിക്കും ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ മൂപ്പന്മാരാണ്, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യാക്കോബ് പറയുന്നത് എന്താണെന്നറിയാമോ? പ്രാർത്ഥനയിലുള്ള വീരന്മാർ നിങ്ങളുടെ ഇടയിലുണ്ടാകണം. അവരാണ് അതിനകത്തുള്ള മൂപ്പന്മാർ. പ്രൈസ് ദി ലോർഡ്. അവർ പ്രാർത്ഥിച്ചാൽ വിടുതൽ സംഭവിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ദൈവസഭയ്ക്കകത്തും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കൂടെ 3 പേരെ കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് സഭകൾ എടുത്തു നോക്കിയോക്ക്, എല്ലാവരുടെ ഇടയിലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരിക്കും. ചില ചോദിക്കും, കർത്താവ് എന്നെ മാത്രമേ വിളിച്ചോളൂ, അടുത്തിരിക്കുന്ന വ്യക്തി എന്താ പ്രാർത്ഥിക്കാൻ വിളിക്കാത്തത്? എന്നെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ ക്രഷ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ ദൈവസഭയെ നിലനിർത്താൻ, കുടുംബങ്ങളെ നിലനിർത്താൻ, കുഞ്ഞുങ്ങളെ നിലനിർത്താൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മാറിപ്പോകാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവിടെ പറയുന്നു, ഹല്ലേലൂയ, ധീനമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അടുത്ത സെന്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. അവർ കർത്താവിൻ്റെ നാമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എണ്ണ പൂശി അവന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. പല വ്യാഖ്യാനങ്ങളും പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, ഈ സഭയ്ക്ക് വേണ്ടി യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ അതിനകത്തൊരു പശ്ചാത്തലമുണ്ട്. എന്നാണെന്നറിയാമോ? അതിനകത്ത് ദൈവത്തിൽ ആശ്രയിക്കാതെ മരുന്നിൽ ആശ്രയിക്കുന്ന ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മരുന്നിൽ ആശ്രയിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. കർത്താവിൽ വിശ്വാസമില്ല, മരുന്ന് ഉപയോഗിക്കുന്ന തെറ്റോ ശരിയോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവത്തെക്കാളും ഈ മരുന്നിൽ ആശ്രയിക്കുന്ന, പണ്ട് കാലത്ത് പാരസെറ്റമോളും സിട്രിസനൊന്നുമില്ല. എനിക്ക് ആകെപ്പാടെ ഈ 2 മരുന്നിൻ്റെ പേരെ അറിയാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനേക്കാളും അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, പണ്ട് കാലത്ത് ഈ എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സഭയ്ക്കകത്തുള്ള ദൈവമക്കൾ ദൈവത്തെക്കാളും എണ്ണയെ ആശ്രയിച്ചു തുടങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു. അപ്പോഴാണ് യാക്കോബ് പറഞ്ഞത്, നീ എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്താ കാരണം എന്നറിയാമോ? അതിലെ മരുന്നിൽ ആശ്രയിച്ചാലും അതിനകത്ത് വിടുതൽ തരാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ചിലരൊക്കെ ചിന്തിരിക്കുന്ന, ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് വിടുതൽ കിട്ടിയെന്ന് പറയരുത്. കഴിച്ച മരുന്നിൻ്റെ ബലമല്ല ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്നത്, കർത്താവ് കരുണ കാണിച്ചത് കൊണ്ടാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ മരുന്നുകളിൽ ആശ്രയിക്കുന്നുണ്ടാകാം, ലോകത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും ആശ്രയിക്കുന്നുണ്ടാകാം. പക്ഷേ ആശ്രയിച്ചാലും അതിനെല്ലാം മറുപടി തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം കഴിഞ്ഞിട്ട് അടുത്ത വാക്യം യാക്കോബ് കൃത്യമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കുന്നു. എന്താ കാരണം എന്നറിയാം? മരുന്ന് ഉപയോഗിച്ചില്ലെങ്കിലും കർത്താവിൽ വിശ്വസിച്ചാൽ നിനക്ക് വിടുതലുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മരുന്ന് ഉപയോഗിച്ചാലും ദൈവസന്നിധിയിൽ മുഴങ്കാലിരിക്കണം. ഇനി നിനക്ക് വിശ്വാസം കൂടുതലുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഉറപ്പായി പറയുന്നു, ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവ് നിനക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമാണ്. ഈ രാവിലെ ഞാൻ ഒരു കാര്യം പ്രബോധിച്ചിരിക്കാൻ താല്പര്യപ്പെടുന്നു, നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ആത്മാവിലൊന്ന് കൈവെക്കാനൊന്നും ഞാൻ പറയുന്നില്ല. എത്ര മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുണ്ടോ? ഞായറാഴ്ച മാത്രം പ്രാർത്ഥിക്കുന്ന സ്വഭാവമാണെങ്കിൽ ഇന്ന് രാവിലെ അതെല്ലാം മാറ്റണം. അത്ഭുതം കാണണമോ? വിടുതൽ അനുഭവിക്കണമോ? ജീവിതത്തിൽ നന്മ കാണണമോ? തലമുറകളുടെ ഭാവി കാണണമോ? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുടക്കി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, പ്രാർത്ഥിക്കാത്തവൻ അത്ഭുതം കാണത്തില്ല.
ഇനി എത്ര വലിയ ആളായാലും ശരി തന്നെ, പ്രാർത്ഥിക്കാത്തവൻ അത്ഭുതം കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാത്തവൻ രോഗശാന്തി അനുഭവിക്കത്തില്ല. പ്രാർത്ഥിക്കാത്തവൻ വഴികൾ തുറക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രാവിലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് തീരുമാനം എടുക്കണം. കൈയൊന്നും പൊക്കണ്ട. ഇതൊരു ദൈവസന്നിധിയാണ്. പാസ്റ്റർ മുൻപാകെ ഒന്നും ഒരു തീരുമാനം എടുക്കണ്ട. അടുത്തിരിക്കുന്ന വ്യക്തികളെ നോക്കി ഒരു തീരുമാനം എടുക്കണ്ട. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് സംസാരിച്ചു കൊണ്ട് പറയാൻ കഴിയുമോ, കർത്താവേ, ഒരു ദിവസം എനിക്ക് ഇത്ര മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ദൈവം എന്നെ ബലപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പിതാവേ, ഈ രാവിലേക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നിറങ്ങി വരട്ടെ. അത്ഭുതങ്ങൾ ഇവർ കാണട്ടെ. കർത്താവെ, ഒരു കൂട്ടം പ്രാർത്ഥനാ മനുഷ്യർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശം കുലുങ്ങട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ അവിടെ നിന്ന് തകരട്ടെ. കർത്താവെ, ദേശത്തെ ഭരിച്ചു നിൽക്കുന്ന സകല ദുരാത്മ മണ്ഡലങ്ങളും തകർന്നു മാറുവാൻ കർത്താവെ, ചില മ്ലേച്ഛതകൾ, പട്ടണത്തിനകത്തുള്ള ചില മ്ലേച്ഛതകൾ പ്രാർത്ഥനയിലൂടെ ജയം പ്രാപിപ്പാൻ ദൈവം ഈ സഭയ്ക്ക് കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരമടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം.